നിദ്രാവിഹീനമായ രാത്രി. ഒരു ചെറ്റ കുടിലാണെങ്കിലും മുക്കാബലയുടെ മനസ്സ് നിറയെ മുക്കാബലയെ കുറിച്ചുള്ള സ്വപ്നങ്ങളായിരുന്നു. മാളിക മുകളിലാണെങ്കിലും മുക്കാബലയുടെ മനസ്സിലും മുക്കാല നിറഞ്ഞു നിന്നു. അവൾ പാടി, മനസ്സു മനസ്സിന്റെ കാതിൽ ആരോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. പ്രോഗ്രാം മുഖ്യതായിരിക്കും. ഇത് തന്നെ ജോലി. ഏതു ക്ഷേത്രത്തിൽ നിന്നാ എന്നത്തേക്കാ പ്രോഗ്രാം വേണ്ടത്? ഞങ്ങൾ ബാങ്കിൽ നിന്നാ. ഓ, ബാങ്കിന്റെ വാർഷികമാണോ? അകത്തോട്ടിരിക്കാലോ. ഞങ്ങൾ മിസ് കൗസല്യെ കാണാൻ വന്നതാ. അതിന് അവളല്ലല്ലോ പരിപാടിക്ക് പോകുന്നത്, ഞാനല്ലേ. മംഗളൻ മങ്കൊമ്പ് പ്രോഗ്രാം ബുക്ക് ചെയ്യാനല്ല, പിന്നെ കൗസല്യ ബാങ്കിൽ എടുത്ത ലോണിനെ പറ്റി സംസാരിക്കാനാ. എടി കൗസല്യേ, എടി നീ പശുവിനെ മേടിക്കാനെടുത്ത കാശിന് ആള് വന്ന് നിൽക്കുന്നു. ചുമ്മാ പ്രാക്ടീസ് ചെയ്യാൻ സമ്മതിക്കില്ല. അയ്യോ സോറി, ഞാൻ അകത്ത് ലേശം ജോലിയിലായിരുന്നു. സാർ പുതിയതായിട്ട് വന്ന മാനേജർ ആണല്ലേ? ഇരുന്നാട്ടെ. നിങ്ങൾ സ്വയം തൊഴിൽ പദ്ധതി പ്രകാരം 25,000 രൂപ ലോൺ എടുത്തിട്ട് 2 വർഷം കഴിഞ്ഞു. ഇപ്പോഴത് പലിശ ഉൾപ്പെടെ 35,000-ന് മുകളിലായി. എന്നിട്ട് ഇതുവരെ ഒരു ഇൻസ്റ്റാൾമെന്റ് പോലും അടച്ചില്ലല്ലോ. അയ്യോ, അടയ്ക്കാൻ ബുദ്ധിമുട്ടാ. അത് ഞാൻ മുമ്പിരുന്ന മാനേജറുടെ മുഖത്ത് നോക്കി പറഞ്ഞാണല്ലോ. നിങ്ങൾ തന്ന 25,000 രൂപയ്ക്ക് ആകെ കിട്ടിയത് 3 പശുവിനെയാ. അതിന് എല്ലാത്തിനെയും കൂടെ ഞെക്കിപ്പിഴിഞ്ഞ ചോരയും ചേർത്ത് 6 ലിറ്റർ പാലാ കിട്ടുന്നത്. അതിൽ പിന്നെ വെള്ളവും ചേർത്ത് 12 ലിറ്റർ ആക്കി വിറ്റാലും കച്ചിയും പിണ്ണാക്കും വാങ്ങിക്കാനുള്ള കാശ് പോലും കിട്ടത്തില്ല. ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ട് ഇപ്പൊ ഇങ്ങനെ പറയുന്നത് ശരിയാണോ സിസ്റ്ററെ? പ്രീ ഡിഗ്രി വരെ പഠിച്ച് എനിക്കൊരു ജോലി തരാനോ ഈ സർക്കാരിനെ കൊണ്ട് കഴിഞ്ഞില്ല. അഥവാ ജോലി തന്നിരുന്നെങ്കിൽ തന്നെ ശമ്പളമായിട്ട് ഇപ്പൊ എത്ര രൂപ തരേണ്ടി വന്നേനെ. അത് മാത്രം ക്ഷാമബത്ത, പ്രോവിഡന്റ് ഫണ്ട്, ഇൻക്രിമെന്റ്, ഫെസ്റ്റിവൽ അലവൻസ്, ഇതൊക്കെ വേറെ. ഇതൊന്നും ഞാൻ ചോദിക്കുന്നില്ലല്ലോ. വെറും 25,000 ഉലുവയും തന്നിട്ട് അത് തിരിച്ചു പിരിക്കാൻ നടക്കുന്നത് നാണം കെട്ട ഏർപ്പാടാ. സിസ്റ്റർ എന്തൊക്കെ പറഞ്ഞാലും ബാങ്ക് തന്ന വായ്പ തിരിച്ചു കിട്ടിയേ പറ്റൂ. ഞങ്ങളെ വെറുതെ ജപ്തി നടപടിയിലേക്ക് വലിച്ചിടക്കരുത്. വരൂ. ചേടാ, ഇവർക്ക് കാര്യം പറഞ്ഞിട്ട് മനസ്സിലാകത്തില്ലെന്ന് വെച്ചാ അയ്യാടാ ജപ്തി. തറവാട്ടിൽ പറഞ്ഞ പെൺകുട്ടികള് ഇങ്ങോട്ടൊന്നും ചോദിക്കത്തില്ല. നമ്മൾ അറിഞ്ഞ് അങ്ങോട്ട് ചെയ്യണം. വേണ്ടി വന്ന അല്പം ബലവും പ്രയോഗിക്കണം. അതൊക്കെ അവർക്ക് ഇഷ്ടമാടാ. സുന്ദരി നീയും സുന്ദരം ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. നീ എന്ത് നോക്കി പഠിപ്പിക്കുന്നത്? എന്തോടി പഠിപ്പിക്കുന്നത്? അല്ല, ബ്രഷ് എന്തിനാ വലിച്ചെറിഞ്ഞ്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ജീവിതം എന്ന് പറയേണ്ടത് ആസ്വദിക്കാനുള്ളതാണ്, അല്ലാതെ പഠിച്ചുകൊണ്ടിരിക്കാൻ മാത്രമുള്ളതല്ല. കാലത്ത് വേടി കിടക്കടി, അങ്ങോട്ട് നീ കട. ലൈറ്റ് ഓഫ് ചെയ്യടി. ഇനി കെട്ടിപ്പിടിക്കാനും പറയണമായിരിക്കും. എന്താ ചിരിക്കുന്നേ? അല്ല, ഞാൻ ആലോചിക്കായിരുന്നു. എന്താലോചിക്കായിരുന്നു? വല്യച്ഛൻ പറഞ്ഞത് എത്ര ശരിയാണ്. വല്യച്ഛൻ എന്ത് പറഞ്ഞു? അതായത് ചില പെണ്ണുങ്ങൾക്ക് ചില അവസരങ്ങളിൽ ബലം പ്രയോഗിക്കുന്നതാണ് ഇഷ്ടമെന്ന്. നീ തന്നെ പൊതുങ്ങിയില്ലേ? എന്തു പറ്റി? അപ്പൊ അവിടെ വരെ എത്തി സംഗതി. ബെഡ്റൂമിൽ എങ്ങനെ പെരുമാറണമെന്ന് വരെ ആ കുടവൻ ഉപദേശം തുടങ്ങി. അയ്യോ, വല്യച്ഛൻ അങ്ങനെ മിണ്ടണ്ട. എന്റെ കൺസൾട്ടന്റ് റൂമിൽ കയറി ഇല്ലാത്ത ന്യൂസൻസ് ഉണ്ടാക്കി, വേണ്ടാത്ത ഓരോന്ന് പറഞ്ഞ് മോളെ വഷളാക്കി. ഇപ്പൊ ബെഡ്റൂമിൽ എന്തോ സംഭവിച്ചേ? മോളെവിടെ? മോള് വല്യച്ഛന്റെ കൂടെ കിടന്നു കുറയും. ഓഹോ, അത് ശരി. അപ്പൊ രണ്ടുപേരും കൂടി കരുതി കൂടി ചെയ്ത പണിയാണല്ലേ? നാണല്ലോ. അത് കിണറ്റ് വീണ മുയലിനെ രക്ഷിക്കാൻ കൊരങ്ങൻ പാമ്പിനോട് പറഞ്ഞു. അപ്പൊ പാമ്പ് പറഞ്ഞു, വടിയുടെ ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ കിടക്കുന്നത്. വരാനാ പറഞ്ഞത്. ഒരു സ്ഥലം പഠിച്ചോളൂ. ഇതിൽ ഇടപെടണ്ട കേട്ടോ. എന്റെ മോളെ കാര്യം ഞാൻ നോക്കിക്കോളാം. വടി ഇങ്ങോട്ട്. വരാനാ പറഞ്ഞത്. അത്രയ്ക്കായോ? നിന്നെ വളർന്നു വരുന്നോറും വഷളായി വരിക പെണ്ണ്. എന്ത് വരവാഹ ഇത്? ഇപ്പൊ ഇരിക്കുവായിരുന്നല്ലോ. കുറിപ്പിയേട്ടനില്ലേ അകത്ത്? എന്താ കാര്യം? അത് നേരിട്ട് പറയേണ്ടതാ. അപ്പൂപ്പൻ ഇവിടുന്ന് പോയിട്ട് കുറച്ച് ദിവസമായി. വരുമ്പോ അറുമുഖം തമ്പി ഒന്ന് അന്വേഷിച്ചെന്ന് പറയണം. ഈ ഗബ്ബർ സിംഗുമായിട്ട് അപ്പൂപ്പൻ എന്താണ് ഇടപാട്? വല്യച്ഛനോട് പോകുന്ന കാര്യം പറഞ്ഞോ?
ഞാൻ എങ്ങനെ പറയണമെന്നല്ലേ ഈ പറയുന്നത്? പറഞ്ഞേ പറ്റൂ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ അല്ലിത്. വൈകിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ തിരിച്ചു വരുമ്പോ അങ്ങനെ ഇവിടെ കാണരുത്. എങ്ങനെയെങ്കിലും പ്രഭ പറഞ്ഞയച്ചോണം. വെറുതെ കുടുംബസമാധാനം കളയരുത്. അപ്പൂപ്പ അനങ്ങരുത്. സ്റ്റഡി സ്റ്റഡി. അപ്പൂപ്പ അപ്പൂപ്പന്റെ മീശ എന്താ മേലോട്ട് നിക്കാത്തെ? പണ്ട് നിന്നിരുന്നു മോളെ. അപ്പൂപ്പ ഞാൻ ഇതിങ്ങ് പറിച്ചെടുക്കട്ടെ. അപ്പൂപ്പനെ നോക്ക്. അടി അടി അടി. ആ. അമ്മുകുട്ടി, ആഹാ, നീ രാവിലെ മുതൽ അപ്പനോടാണല്ലോ. സ്കൂളിൽ പോണ്ടേ? ചെല എന്ന് വിളിക്ക പെട്ടെന്ന്. അവക്ക് നിന്റെ സ്വഭാവമാ. നീ ഇതുപോലെ കുസൃത്തനങ്ങൾ കാണിച്ചിട്ടുണ്ട്. അന്നൊക്കെ എന്റെ ഒന്ന് ശരിക്കും കിട്ടിയിട്ടുമുണ്ട്. എന്താടാ രാവിലെ എന്ന് കുടയുന്നേ? ഞാനൊരു വാദരോഗി. നിനക്കൊണ്ടാടാ വാദം? എനിക്കല്ല, വാണിയംകുളം വരുന്ന പോണം. ആ. ഒരു വാദരോഗിയെ കാണാനുണ്ട്. പൊക്കോ. വലിയ അതിന് അടുത്തല്ലയോ നമ്മുടെ അമ്മായി താമസിക്കുന്നത്? ആ അമ്മായി ഉണത്താ. ഞാൻ ആലോചിച്ചത് പോകുന്ന വഴി അവിടെ നിന്ന് കയറിയാലോ. അതായത് നീ ഒന്ന് കയറി വിശേഷം തിരക്കുന്നത് നല്ലതാ. അവളോട് പറഞ്ഞാലേ എനിക്ക് പ്രത്യേകിച്ച് എനക്കേടൊന്നുമില്ലാന്ന് പൊക്കോ. അല്ല, ഞാൻ ആലോചിച്ചത് ആ. വല്യച്ഛൻ കൂടെ എന്നോട് വരാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോവുകയും ചെയ്യാം, ഒരുമിച്ച് തിരിച്ചു വരികയും ചെയ്യാം. എനിക്ക് വയ്യടാവേ. ബസ്സിൽ കയറാനും ആൾക്കാരെ ഇടി കൊല്ലാനും എനിക്ക് മേലടാവേ. ബസ്സിലല്ല നമ്മൾ പോകുന്നത്. രോഗിയുടെ ആൾക്കാര് ഒരു കാർ അയച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടേ. അങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് പോയാൽ എനിക്കൊരു കൂട്ടുമായി. നിനക്ക് നിർബന്ധമാണോ എന്ന് പറഞ്ഞാൽ എത്ര നേരം വല്യച്ഛ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു വിചാരിച്ചിട്ടാ. ശരി, എന്നാ ഒന്ന് പെട്ടെന്ന് റെഡി ആയിട്ടെ. പെട്ടെന്നൊന്നും ആകാൻ പറ്റില്ല. അതിന് അതിൻ്റെതായ സമയം എടുക്കും. എന്നാ വല്യച്ഛ ഇവിടെ ഇറങ്ങിക്കും. ഞാൻ രോഗിയെ നോക്കിച്ച് ഉടനെ ഇഞ്ഞു വരാം. നമുക്ക് ഒരുമിച്ച് അങ്ങ് പോവാം. ഡ്രൈവറെ റോസ്റ്റ് വെച്ച് എന്റെ ബാഗ് എടുത്തോ. ബാഗോ? വലിച്ചെന്തിനാ ബാഗ് കൊണ്ടുവന്നേ? നീ തിരിച്ചു വിളിക്കാൻ വരികയല്ലെന്ന് എനിക്കറിയാം. വലിച്ച അത് ആ ശരി ശരി. അല്ല എന്റെ ഭഗവതി, ആരായി വരുന്നേ? ഇന്നലെ ഈ വല്യണ്ണന്റെ കാര്യം ഞാനിവിടെ പറഞ്ഞതേ ഉള്ളൂ. ഉണത്തെ അകത്ത് ബഹളമൊന്നും കേൾക്കുന്നില്ലല്ലോ. നിന്റെ കെട്ടിയൊരു മോനില്ലേ അവിടെ? അവര് മുങ്ങി. മുങ്ങിയോ? അല്ല, മുങ്ങിക്കുളിക്കാൻ രണ്ടുപേരും പുഴയിലോട്ട് പോയിരിക്കുക. ഓഹോ, അപ്പൊ ഉടനെ തിരിച്ചെത്തും. താമസിക്കത്തില്ല. വന്നാൽ ഉടനെ ഞാൻ മങ്ങളിനെ വിട്ട് കുറച്ച് പുഴമീ വാങ്ങിപ്പിക്കാം. അത് വറക്കണോ കുടമ്പുളിയിട്ട് വെക്കണം. അവൻ കൊണ്ട് വന്ന കൊടംപുളിയിട്ട് വറുത്തരച്ച് വെക്ക്. ഓ, അതാവുമ്പോ നാളത്തേക്കും കൂടെ എടുക്കാവല്ലോ. അല്ല, വല്യണ്ണൻ ഇത് എവിടെയായിരുന്നു? പ്രഭാകരന്റെ അങ്ങോ ദേവയാനിയുടെ അങ്ങോ? രണ്ടിടത്തും ഉണ്ടായിരുന്നു. ചെന്നില്ലേ പരാതി, ചെന്നാലോ തിന്നിട്ട് വിടത്തുമില്ല. പിന്നെയും പിള്ളേരെ കാണണമെന്ന് കുറെ ദിവസമായിട്ട് വിചാരിക്കുക. അവിടുന്ന് എന്നെ ഒന്ന് വിടണ്ടേടി. വല്യണ്ണൻ എന്തിനാ വയസ്സുകാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അലയുന്നത്? ഉള്ളതിൽ പങ്കുപറ്റി ഇവിടെ അങ്ങ് കഴിയരുതോ? ആ അതാ ഞാനും ഇപ്പൊ ആലോചിക്കുന്നേ. അയ്യോ, വല്യമ്മാവൻ വന്നേ. എത്തിയോ? അല്ല, വല്യമ്മാവ ഇതെപ്പോ വന്നു? അളിയൻ ആകെ അങ്ങ് ഓഞ്ഞു പോയല്ലോ. ഞാൻ ഓഞ്ഞിരുന്നാലെന്താ, അളിയൻ ചേർത്തിരിക്കുമല്ലയോ. ഇതിലിനി എന്നാ ചേർക്കാനാ? എന്തിനാടാ കുളിക്കാൻ പോകുമ്പോഴേ ഈ വേഷം? ഇവിടെ വെച്ചാ എപ്പോഴാ പരിപാടി വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ തയ്യാറായിരിക്കണ്ടേ? എന്റെ പുതിയ കഥ റെഡി ആയിട്ടുണ്ട്. മുക്കാബല. വല്യമ്മാവൻ കേട്ടില്ലല്ലോ. ഞാൻ പെട്ടിയെടുത്തോണ്ട് ഇപ്പൊ വരാം. ഓടിപ്പോ ഓടിപ്പോ, എളുപ്പം എടുത്തോണ്ട് വേടാ. പോയി വരൂ, പോയി വരൂ, പോയി വരൂ. അയ്യോ, മതി മംഗള, നിർത്ത്. അത് ഇന്റർവെൽ ആയതല്ലേ ഉള്ളൂ. മതി, ഇനി നാളെ പറയാം. അളിയന് ഉറക്കം വരുന്നു തോന്നുന്നു അല്ലേ അളിയാ? വരുന്നളിയാ. ഇനി കുറച്ചു നേരം ഞാൻ ഹരികഥ പറയാം. അപ്പൊ ഉറക്കം താനേ പോകും. എനിക്ക് ഉറക്കം വരുന്നില്ല അളിയാ. അപ്പോഴച്ഛന്റെ ഹരികഥ കേട്ടാ മതി, താനെ ഉറക്കം വരും. എന്ന് നിന്നോട് ആരാടാ പറഞ്ഞേ? ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലീലാവിലാസങ്ങൾ കേട്ടാൽ ഉറങ്ങുന്നവൻ ആണാണോടാ? കയ്യാലപ്പെടുത്തിക്കുന്ന തേങ്ങ പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പരുത്തിക്കണ അമ്മാവന് അച്ഛന്റെ ലീലാവിലാസം കേട്ട രക്തസമ്മർദ്ദം കൂടും, ആള് തട്ടിപ്പോവും. മറക്കാൻ കഴിയുമോ പ്രേമം? മനസ്സിൽ വരയ്ക്കും വർണ്ണയിത്രങ്ങൾ അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുമോ അമ്മാവന്? എന്റെ ശ്രീപത്തനാഭ, അറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹം ഞാൻ ആർക്കും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ എന്നോട് ഈ പരീക്ഷണം ഭഗവാനെ? ഭഗവാന്റെ പരീക്ഷണങ്ങളെ പറ്റിയാണ് എനിക്കും പറയുവാനുള്ളത്. കുരുക്ഷേത്ര ഭൂമിയാണ് രംഗം. അടർക്കളത്തിൽ അർജുനൻ അഗ്രഗണ്യനായി അടരാടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ശിഖണ്ഡി ഭീഷ്മാചാര്യർക്കെതിരെ. എന്താ ഇത്? മണി 1:30 വല്യണ്ണനൊന്ന് കിടന്ന് ഉറങ്ങട്ടെ. ഉറക്കം പിന്നെയും ആവാമല്ലോ. ഹരികഥ അങ്ങനെയാണോ? ശ്രോതാക്കൾ കൂടുമ്പോൾ കഥ പറയുവാനുള്ള ഹരവും കൂടും.
ആ ഉണ്ണിത്തെ നീ ഇങ്ങോട്ട് ഇരി, ആ കൗസല്യ കൂടെ ഇങ്ങോട്ട് വിളിച്ചു. അവള് കിടന്ന് ഉറങ്ങി. ഓ, എനിക്ക് അവളോട് അസൂയ തോന്നുന്നു. അവൾക്ക് എങ്ങനെ ഇവിടെ ഉറങ്ങാൻ കഴിഞ്ഞു? വല്യമ്മ വിഷമിക്കണ്ട കേട്ടോ, മുക്കാല ബാക്കി ഞാൻ നാളെ പറഞ്ഞു. അത് പറ്റില്ല, ആദ്യം ഹരികഥ, അത് കഴിഞ്ഞ് മതി നിന്റെ മുക്കാലും കഴുക്കോലും ഒക്കെ. പോരാ, അത് ആദ്യം മുക്കാല. എന്നാ രണ്ടു പോയി കിടന്ന് ഉറങ്ങേ. എന്റെ മുക്കാലാണോ വലുത്, അച്ഛന്റെ ഹരികഥയാണോ വലുതെന്ന് ഞാൻ നാളെ കാണിച്ചു തരാം. നാളെ കാണിക്കാവിടാ, നിന്റെ ഒരു ഒടുക്കലത്തെ. ഓ, ഇനി വല്യണ്ണ സമാധാനായിട്ടൊന്ന് കിടന്ന് ഉറങ്ങിക്ക്. എന്റെ ശ്രീപത്മനാഭ, നാളെ ഇടിവെട്ടും പാമ്പ് കടിയും കൂടെ ഒരുമിച്ചാണല്ലോ. നീ എന്നെ രക്ഷിച്ചോണേ. എന്താ എന്തിനാ ഉണത്തെ നീ കരയുന്നേ? അണ്ണൻ എനിക്ക് മാപ്പ് തരണം. പാതിരായ്ക്ക് മാപ്പോ? എന്തിനാ ഉണത്തെ? ഞാൻ തെറ്റ് ചെയ്തു പോയി അണ്ണാ. ഈ വയസ്സ് കാലത്ത് നീ എന്തോ തെറ്റ് ചെയ്തു? കരയാതെ കാര്യം പറ ഉണത്തെ. എന്റെ 17ാമത്തെ വയസ്സിൽ 17ാമത്തെ വയസ്സിൽ എല്ലാ വെള്ളിയാഴ്ചയും ഹനുമാൻ കോവിലിൽ കരികഥ കേൾക്കാൻ പോയിപ്പോ വല്യണ്ണൻ എന്നെ വിലക്കി. എന്നിട്ട് ഞാൻ അനുസരിച്ചില്ല. അണ്ണന്റെ വാക്ക് കേൾക്കാതെ ആര്യതക്കാരന്റെ കൂടെ നീ ഇറങ്ങിപ്പോയി. അതെ അണ്ണാ, അത് ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അണ്ണനെ എനിക്ക് മാപ്പ് തരണ അണ്ണാ. എന്താ നമ്മ ഇത്? മണി 2 മനുഷ്യന് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ വേണ്ടേ? ഈ ഹനുമാൻ കോവിലെ കറ എത്ര പ്രാവശ്യമായിട്ട് വല്യമാനോട് പറയുന്നു. ഈ ബോധോദയം അച്ഛനെ കാണുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് മംഗളം ചേട്ടൻ ഈ ഗതി വരുമായിരുന്നു. ചെല്ലേ, എനിക്ക് പോയി കിടന്നുറങ്ങപ്പോ. വല്യമാവ സമാധാനമായിട്ട് കിടന്നുറങ്ങിയത്. എന്റെ മോളെ, നീ വന്നത് നന്നായി. ഇനിയൊന്ന് കണ്ണടക്കട്ടെ. പറയാൻ തുടങ്ങിയ ഒരുപാട് പറയാനുണ്ട് എന്റെ അമ്മാവാ. എന്റെ പശുക്കടയും കാര്യമേ. എന്തായാലും എന്റെ ഇന്നത്തെ ഉറക്കം പോയി. പിന്നെ ശ്രീ പത്മനാഭ,